നമസ്കാരം ആശ. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ ഷൈജു ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടിപ്സ് പറഞ്ഞായിരുന്നു. അതായത് എങ്ങനെയാണ് ഈ കമൻട്രി പറയുന്നതെന്ന്. അപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ടോ ഈ കമൻട്രി? പിന്നെ കമന്ററി അല്ല, ചീത്തയായിട്ട് പറയാറുണ്ട്. അതായത് ഭയങ്കര അടുപ്പിച്ചല്ലേ തീർച്ചയായിട്ടും. പക്ഷെ അത് കേൾക്കാൻ രസമല്ലേ? നമുക്ക് നല്ല മൂടാണെങ്കിൽ കേൾക്കാൻ രസമാണ്. അദ്ദേഹം ആശയെ കണ്ടതും 90 ദിവസം അതിനിടയിൽ ഒരു സ്പാർക്ക് ഉണ്ടായതും ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരു ആവണിത്തെന്നലായി ഷൈജു മാറിയതും വിവാഹം കഴിച്ചതും 2 കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇപ്പം സന്തുഷ്ടമായ ഒരു ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്, കണ്ടതിൽ അതിലേറെ സന്തോഷം. ആശ മാതൃഭൂമിയിലെ ഇന്റേൺഷിപ്പല്ലേ? അതെ. അതിന് പോയി. അതിനുശേഷം അവിടെ തുടർന്നോ? ഇല്ല. ഇല്ല. ഇദ്ദേഹത്തിനെ കല്യാണം കഴിച്ചതിന് ശേഷം അവിടെ നിർത്തി? അതിന് മുന്നേ നിർത്തി. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു? പിന്നെ കുറച്ച് നാള് ദേശാഭിമാനിയിലുണ്ടായിരുന്നു. പത്രത്തിലാണോ? പത്രത്തിൽ തന്നെ. പിന്നെ ആകാശവാണി കൊച്ചി FM കുറച്ച് നാള് സമകാലികം പരിപാടി ചെയ്തിട്ടുണ്ട്. ശരിയാ. പിന്നീട് സ്വന്തമായി ഒരാഗ്രഹമായിരുന്നു, സ്വന്തമായ ഒരു മാഗസിൻ, പരിസ്ഥിതി വനം മാഗസിൻ തുടങ്ങണം എന്നുള്ളത്. ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരു മേഖലയാണ് സ്വന്തം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത്. വലിയ പ്രയാസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ പലതിലോട്ട് ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക്, കാരണം ഒരു പത്രം ഓഫീസിൽ നിന്ന് എഴുതുമ്പോൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. ഇതല്ല, ഇതിന്റെ സർക്കുലേഷൻ, ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് തുടങ്ങിയതിലും വേഗത്തിൽ പൂട്ടേണ്ടി വന്നു. പക്ഷെ അതിനിടയ്ക്ക് ഒരു സംസ്ഥാന സർക്കാരിന്റെ മികച്ച മാഗസിനുള്ള അവാർഡ് വാങ്ങാനുള്ള ഭാഗ്യവും ഉണ്ടായി. അപ്പൊ അങ്ങനെയാണ് കല്യാണത്തിന് ശേഷം അതെല്ലാം വെച്ച് പൂട്ടി. ഇദ്ദേഹത്തിന്റെ കമന്ററി തുടങ്ങി. പിന്നെ ഗൃഹനാഥയായിട്ട് അങ്ങ് തുടർന്നു. കുട്ടികള് അത്യാവശ്യം സ്പോർട്സ് ഒക്കെ കൊണ്ടു നടക്കുന്നവരാണ്. അവര് നീന്തല്, വോളിബോള് അതെല്ലാം സ്റ്റേറ്റ് ലെവലും നാഷണലൊക്കെ കളിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ആരെങ്കിലും എന്താ പറയണ, നമ്മൾ പറയൂലേ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാവുള്ളൂ. അപ്പൊ ഇവർക്കൊക്കെ വളമാവാന്ന് വിചാരിച്ചു. ഇദ്ദേഹം എങ്ങനെയാണ് ഈ വീട്ടിലിങ്ങനെ ഈ കമന്ററി ഇതൊക്കെ പറയൂ? അതോ ആശയുടെ അടുത്ത് ആഹാരം കൊണ്ടുവരാൻ പറയുന്നത് ഇങ്ങനെ ഈ കമന്ററി രൂപേണ വല്ലതും പറയൂ? അല്ല, കമന്ററിക്ക് എൻ്റെ അടുത്ത് സംസാരിക്കുന്നതിനേക്കാളും ശബ്ദം കുറച്ചായിരിക്കും സംസാരിക്കുന്നത്. എനിക്ക് ആ ദോശയൊന്ന് തരുമോ എന്നൊക്കെ ആയിരിക്കും. അങ്ങനെയൊന്നും ഒരിക്കലില്ല. എങ്ങനെയായിരിക്കും ഷൈജു പെട്ടെന്ന് എനിക്ക് ആഹാരം വേണം കൊണ്ടുവരാൻ ഈ കമന്റേറ്ററായിട്ട് ആശയുടെ അടുത്ത് എങ്ങനെ പറയും? വളരെ ഞാനിപ്പോഴും ഈ പറയുന്ന പോലെ എനിക്കൊരു ക്ഷമയോടെ ഒരു കാര്യം പ്രവർത്തിക്കുക നേരത്തെ പറഞ്ഞു അതില്ല. അപ്പൊ സമയമായിട്ടും ഞാനിങ്ങനെ കുളിച്ച് റെഡിയായി വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്ക്, എന്താ പുട്ടാണോ, എന്നാ ഇച്ചിരി കഞ്ഞി കുടിക്കാം. അതായത് മാക്സിമം എങ്ങനെ ആശയെ ചൊറിയാം എന്നുള്ളതാണ്. ചെറിയല്ല, ബുദ്ധിമുട്ടിക്കാം. അതിന്റെ പേര് മിക്കവാറും ഒരു ലോകയുദ്ധം തന്നെ ആ ഡൈനിങ് ടേബിളിൽ നടക്കുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾ ഇന്റർ കാസ്റ്റ് മാരേജ് ആണല്ലേ? അതെ. അതെങ്ങനെയാണ്? വീട്ടുകാർ സമ്മതിച്ചോ? അതെ. ഷൈജു ഹിന്ദുവും ആശ മുസ്ലിമുമാണ്. അപ്പൊ വീട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായിരുന്നു? തുടക്കത്തിൽ ഈ സ്പാർക്ക് വന്നെങ്കിലും. ഇത് ഏത് വർഷമായിരുന്നു? 2000 മില്ലേനിയം കല്യാണം. മില്ലേനിയം 2000. അപ്പോ തീർച്ചയായിട്ടും 2 കുടുംബങ്ങളിലും ഒരു മാനസികമായി കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾ, അടുത്ത ആളുകളെല്ലാം ഉണ്ടാവാം 2 കുടുംബങ്ങളിലും. പക്ഷെ ഏറ്റവും ഭംഗിയായിട്ട് നടന്ന കല്യാണമാണ്. 2 കുടുംബങ്ങളുടെയും പിന്തുണയോടെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത്. എനിക്ക് തോന്നുന്നു കലൂരിലെ AJ ഹാളിൽ അന്ന് ഞങ്ങളുടെ കല്യാണത്തിന്, അന്ന് ഈ പറയുന്ന 22 വർഷം മുൻപ് ഞങ്ങളുടെ കല്യാണത്തിന് അത്രമേൽ എന്താ പറയുക, ഒരു ജനപങ്കാളിത്തമായിരുന്നു. കാരണം വെച്ചാൽ ഒരു അത്യാവശ്യം പൊതുപ്രവർത്തന കാഴ്ചപ്പാട് നിന്നാണ് ആശയും ആശയുടെ ഫാമിലിയും ഒക്കെ വരുന്നത്. ഞാനന്ന് പത്രപ്രവർത്തനം. അപ്പോൾ ഈ സമൂഹമായിട്ടുള്ള ബന്ധവും പിന്നെ ഒരു മതേതര കല്യാണമാണ്, ഒരു സെക്യുലർ ജീവിതം ആരംഭിക്കുന്ന 2 ആളുകൾ. ഒരുപാട് പിന്തുണ കിട്ടിയിരുന്നു. നല്ല കാര്യമല്ലേ?